വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ സിറ്റിംഗ് കണ്ണൂരിൽ നടന്നു. കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയുടെ നേതൃത്വത്തിലാണ് സിറ്റിംഗ് നടന്നത്. കലക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന സിറ്റിംഗിൽ 62 പരാതികളാണ് പരിഗണനയ്ക്ക് വന്നത്. ഇതിൽ 14 പരാതികൾ പരിഹരിച്ചു. 4 പരാതികളിൽ പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. 2 പരാതികളിൽ ജാഗ്രതാ സമിതികളോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അടുത്ത സിറ്റിംഗിൽ 42 പരാതികൾ പരിഗണിക്കും. ഗാർഹിക പീഡനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളാണ് കമ്മീഷന് മുന്നിൽ കൂടുതലായി വരുന്നതെന്ന് കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു. അതിർത്തി തർക്കം, തൊഴിലിടങ്ങളിലെ പീഡനം എന്നിങ്ങനെയുള്ള പരാതികളും കമ്മീഷന് മുന്നിൽ വരുന്നതായി അഡ്വക്കേറ്റ് പി സതീദേവി കൂട്ടിച്ചേർത്തു. ഇന്ന് വനിതാ കമ്മീഷന്റെ കണ്ണൂർ ജില്ലയിൽ നടന്നിട്ടുള്ള സിറ്റിംഗിൽ 62 പരാതികളാണ് ഹിയറിങ്ങിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 14 പരാതികൾ പരിഹരിച്ചു. 4 പരാതികളിൽ പോലീസിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 പരാതികൾ ജാഗ്രതാ സമിതികളോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത സിറ്റിങ്ങിലേക്ക് 42 പരാതികളാണുള്ളത്. കമ്മീഷൻ്റെ സിറ്റിങ്ങിനുള്ള അറിയിപ്പ് കിട്ടിയാലും എതിർകക്ഷികൾ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് കമ്മീഷൻ്റെ സുഗമമായിട്ടുള്ള പ്രവർത്തനത്തിന് തടസ്സമാവുന്നുണ്ട്. ഗാർഹിക ചുറ്റുപാടുകളിലുള്ള പീഡനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികളാണ് കമ്മീഷൻ്റെ മുമ്പാകെ കൂടുതലായിട്ട് വരുന്നത്. വളരെ മൃഗീയമായിട്ടുള്ള രൂപത്തിൽ ഇപ്പോഴും ഭാര്യയെ തല്ലുകയും മൃഗീയമായിട്ടുള്ള പീഡനങ്ങൾക്കിരയാക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ജില്ലയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള പരാതികൾ ഗൗരവമേറിയ വിധത്തിൽ അന്വേഷിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനും കേസ് രജിസ്റ്റർ ചെയ്യാനും വനിതാ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കമ്മീഷൻ അംഗം കുഞ്ഞായിഷ, അഭിഭാഷകരായ പ്രമീള, ചിത്തിര ശശിധരൻ, കൗൺസിലർ മാനസ ബാബു എന്നിവരും സിറ്റിംഗിൽ പങ്കെടുത്തു.